ഞങ്ങളിപ്പോൾ ഉള്ളത് ഫോഷ നഗരത്തിലാണ്. ഫോഷ നഗരത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്ററിലാണ് ഞങ്ങളിപ്പോൾ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. വാക്കിംഗ് സ്ട്രീറ്റും മോളിൻ്റെയും ഒരു കോമ്പിനേഷനാണിത്. ഒരു ഓപ്പൺ മോൾ എന്ന് പറയാം നമുക്ക്. സമയം ഒരു 2 മണിയാവണുള്ളൂ ഇപ്പോൾ. പക്ഷേ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, കൂടെ ചിന്നുണ്ട്. അവൾ ഈ ഫോണിൽ നോക്കുന്നത് എവിടെ പോയി കഴിക്കാമെന്നാണ്. എവിടെ പോയാലും അവളുടെ മെയിൻ പരിപാടി ആ ഏരിയയിലുള്ള ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാമെന്നാണ്. അതിനുവേണ്ടി പല ആപ്പിൽ കയറി അവൾ സെർച്ച് ചെയ്യും. ഞങ്ങളെപ്പോലെ തന്നെ വേറെയും കുറേ കപ്പിൾസ് ഉണ്ട് ഇവിടെ. ഡേറ്റിങ്ങിന് പറ്റിയ സ്ഥലമാണ്. ഡേറ്റിങ് മാത്രമല്ല, ഫാമിലി ആയിട്ട് നമുക്ക് വന്ന് ഇവിടെ ചുമ്മാ കറങ്ങി നടക്കാം. ചൈനയിൽ മിക്ക വീക്കെൻഡ്സിലും ആൾക്കാർക്ക് ഇതാണ് പരിപാടി. ഇതൊക്കെയാണ് ഇവരുടെ എൻ്റർടൈൻമെൻറ്റ്. ഓരോ സിറ്റിയിലും ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു പഴയ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ്. ചൈനയിലെ പഴയ കാലത്തെ തെരുവുകളാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യണത്. പക്ഷേ ഈ ഷോപ്പുകളും വിൽക്കണ സാധനങ്ങളൊക്കെ പുതിയതാട്ടോ. മിക്ക ആൾക്കാരും നമ്മളെപ്പോലെ തന്നെ വിൻഡോ ഷോപ്പിംഗ് ആണ്. മിക്ക ഷോപ്പുകൾക്കും ബിസിനസ് ഇല്ല, കാരണം ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇവിടെ കിട്ടുന്ന സാധനം പകുതി വിലയ്ക്ക് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ പറ്റും. ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പയ്യെ നടന്നു. മുകളിൽ ഇതേ ചൈനീസ് ലാൻറ്റേൺസ് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ഫൗണ്ടനും. ചിന്നൊന്ന് ആക്റ്റീവ് അല്ലാത്തതിൻ്റെ കാരണം വേറെ ഒന്നല്ല, വിശപ്പാണ്. ഓൺലൈൻ നോക്കിയിട്ട് നല്ല റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടിയില്ല. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതിനൊത്ത റെസ്റ്റോറൻറ്റ്സ് മാത്രമുള്ളൂ ഇവിടെ. ഇവൾക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് കുറേ ദൂരെയാണ്. 2 കിലോമീറ്ററെങ്കിലും നടക്കണം. ഇങ്ങനത്തെ ഏരിയയിൽ മിക്കവാറും നമുക്ക് ഇതുപോലത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട ആൾക്കാരെ കാണാൻ പറ്റും. ഇവരിവിടെ വന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് ഇവിടുത്തെ സ്ട്രീറ്റിൽ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും നമുക്ക് ചിന്നുനെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കണം. ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് ദൂരം ഒന്നും പോകണ്ട, ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാമെന്ന്. എന്ത് ഭംഗിയിലാണ് ഇവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കണേ. ഇതാണെന്ന് തോന്നുന്നത് പറക്കണ മീൻ. തൊട്ടപ്പുറം ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷേ അവിടെ ഒടുക്കത്തെ ക്യൂ. ഇവൾക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പയ്യെ നടന്നു. ഭക്ഷണത്തോട് എടുത്തപ്പോൾ ഇവളുടെ മുഖത്തൊരു സന്തോഷം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫുഡ് ആലി കണ്ടു കിട്ടി. ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കും. ഫുഡ് ആലിയിലോട്ട് കയറി ചെന്നപ്പോൾ തന്നെ അപ്പുറയും ഇപ്പുറയായിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ചുമ്മാ പുറമേ നിന്ന് നോക്കി നടന്നു. ഏതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൽ കയറാമെന്ന് വിചാരിച്ചു. സമയം പോകും തോറും ആൾക്കാരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുക. ഇവിടെയും അവസാനം ക്യൂ ആവുമെന്ന് പേടിച്ച് ഞങ്ങൾ തൊട്ടപ്പുറമുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നോക്കി. കുറേ ആൾക്കാർ അതിലോട്ട് കയറി പോകണ്ടായി. ചിന്നു പുറമേ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിരീക്ഷിച്ചു. അവസാനം തീരുമാനിച്ചു ഇതിലോട്ട് തന്നെ കയറാമെന്ന്. അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇത്രയും തിരക്കുണ്ടാവണമെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ് തന്നെ ആയിരിക്കും. ഉള്ളിലോട്ട് കയറി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ വിഭവങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നല്ല അവൾക്ക് കഴിക്കേണ്ടത്. കുറേ നേരം മെനു നോക്കി അവസാനം അവൾ ഓർഡർ ചെയ്തത് ഒരു ഫിഷ് സ്കിൻ സാലഡാണ്. മീനിൻ്റെ തൊലിയും പിന്നെ കുറച്ച് പച്ചിലകൾ ഒരുമിച്ചിട്ടുണ്ടാക്കിയ ഒരു സാലഡ്. ഇത് കൂടാതെ ഒരു ഫ്രൈഡ് നൂഡിൽസും ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത 2 ഡിഷ് അത്രയ്ക്ക് ഞങ്ങൾ ബോധിച്ചില്ല. ജസ്റ്റ് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ 2-3 കിലോമീറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് നടക്കാം. ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് എനർജിയൊക്കെ ആയി. ഒരു സംഗതി ശ്രദ്ധിച്ചോ, ഇത്രയും തിരക്കുണ്ടായിട്ട് ആരും ഹോൺ അടിക്കണ്ട. ഫ്രണ്ടിലെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കാറിലുള്ള ആരും അത്ര ധൃതിയിലല്ല. ഇതുപോലത്തെ സ്ഥലത്ത് ഇങ്ങനെയാണ് ഓടിക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി ഹോൺ അടിക്കാണ്ട് പയ്യെ വണ്ടി കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ ജനസംഖ്യയും ഹോണും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷെ പലരും നമ്മുടെ നാട്ടിലെ ഈ ഹോൺ അടീനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പോപ്പുലേഷൻ വെച്ചാണ്. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇപ്പോൾ കുറച്ച് മധുരമാവാമെന്ന് ചിന്നു പറഞ്ഞു. അവൾ നെറ്റിൽ നോക്കി വെച്ചേർന്ന ഒരു കടയുണ്ട്. അത് ഈ ഏരിയയിലെ ഒരു ഫേമസ് കടയാണ്. അവിടെ ഡെസേർട്ട് മാത്രമേ കിട്ടൂ. ഒരു 2 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ അവിടെ ചെന്നെത്തി.
കടയുടെ പേരാണെങ്കിലോ ഡെസേർട്ട് ഹൗസ്. ഇവിടെയാണെങ്കിലോ തേനീച്ച കൂട് പോലെ ഇഷ്ടംപോലെ ആൾക്കാർ. ഇനിയിപ്പോൾ എന്തായാലും നിവർത്തിയില്ല, ഇവിടെ നമുക്ക് ക്യൂ നിൽക്കാം. കട മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഭക്ഷണം കിട്ടിയാലും ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ സംശയം. സീറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സൈൻ ബോർഡ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇവിടെ. കുഴപ്പമില്ല, ഞാൻ വീഡിയോ അല്ലേ എടുക്കണേ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തായാലും ഒരു 20 മിനിറ്റ് ക്യൂ നിന്ന് ഞങ്ങൾ സംഗതി ഒപ്പിച്ചു. ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റും കിട്ടി. നോ ഫോട്ടോ എന്ന് ഉദ്ദേശിച്ചത് അവർ ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ്. കുറേ ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്, അത് കാരണമാണ്. ഇത് പന്നിയിറച്ചിയും മുട്ടയാണ്. ഡെസേർട്ട് ഹൗസിൽ പന്നിയിറച്ചി എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടി ഉള്ളൂ, ചൈന. ഈ ഡിഷ് ഗോങ്ഡോങ് പ്രൊവിൻസിലെ ഫേമസ് ഡിഷാണ്. അതിൻ്റെ കൂടെ വാങ്ങിച്ചത് എള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ മാംഗോ സാഗോ. ഇത് ചോപ്പ് സ്റ്റിക്സ് വെച്ച് തിന്നുന്നത് ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഉണ്ട്. കേട്ടല്ലോ, ചിന്നുവിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇഞ്ചിയുടെ ടേസ്റ്റാണ് ശരിക്കും അങ്ങോട്ട് തെളിഞ്ഞ് നിൽക്കുന്നത്. ഇഞ്ചിയും സോയാ സോസും പിന്നെ കുറച്ച് മധുരവും. സത്യം പറയാലോ, അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. മാംഗോ സാഗോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം പോലെ തന്നെ നല്ല മധുരം ഉണ്ടായി. അവസാനമായിട്ട് എള്ളിൻ്റെ പേസ്റ്റ്, ഇതിലും കുറച്ച് മധുരട്ടുണ്ട്, പക്ഷെ അധികമില്ല. നല്ല ചൂടുണ്ടായി. ഇവിടെ വെച്ച് ഓർഡർ ചെയ്ത എല്ലാ ഡിഷും അടിപൊളിയായിരുന്നു. ഇതൊക്കെ പയ്യെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഈ വീഡിയോയിൽ അത്രേ ഉള്ളൂ. ബൈ ബൈ.